എൻ്റെ പ്രകാശ, നീ വല്ല ചാനലും കയറി കോമഡി ഷോയ്ക്ക്. ഉറപ്പാ നിൻ്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ച് മരിക്കും. അനിതേ, അമ്മയെ വിളിക്ക്. നല്ല കോമഡി ആക്കണമെങ്കിൽ വരാൻ പറ. ഇവിടെ ഒരാളെ ജർമ്മനി പോകുന്നു. എന്താ പ്രതിഭ? അമ്മ ദൈവം ജർമ്മനിക്ക് പോകുന്നു, നഴ്സിൻ്റെ പണിക്ക്. വിസയ്ക്ക് 3 ലക്ഷം രൂപ വേണോ അത്രേ. ഈശ്വര, നീ എന്നെ എങ്ങനെ ചിരിപ്പിക്കാതെ. നിനക്ക് എന്ത് പറ്റി പ്രകാശ? തമാശ അല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും കാലായി, നീ ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ പണിയെടുത്തോ? പിന്നെ ജർമ്മനി. അമ്മ ഇവിടെ നക്കാപ്പിച്ച ശമ്പളമേ കിട്ടുള്ളൂ. എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ സമരം ചെയ്യണം. അപ്പോൾ ആശുപത്രിക്കാരെ ഗുണ്ടകൾ വന്ന് മുട്ടുകാർ തല്ലി ഓടിക്കും. ഞാൻ 4 കാലം എഴുതാൻ നമ്മയ്ക്ക് കാണണം. നീ 2 കാലം നടന്നിട്ട് വല്ല ഗുണമുണ്ടോ? 4 കാലം ഒരു ചേഞ്ച് അല്ലടാ. ഒന്നിനും പണ്ടേ സംസ്കാരമില്ല. എടാ, ബൈക്ക് വിറ്റാലും പിന്നെ വേണ്ട പണം. കിട്ടുന്നതാവട്ടെ. എടാ, നിന്റെ അളിയനെ ദുബായ് ഡ്യൂട്ടി ഫ്രീന്ന് 6 കോടി ലോട്ടറി അടിച്ചില്ലേ? ഈ 3 ലക്ഷം അയാൾക്കൊരു പ്രശ്നമാണോ? 10 പൈസ കിട്ടില്ല. അയാൾ അല്പന. ലോട്ടറി അടിച്ചപ്പോൾ തന്നെ ഡ്രൈവർ ജോലി വേണ്ടെന്ന് വെച്ചില്ലേ. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പറ. എന്തെങ്കിലും ഈട് കൊടുക്കണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എടാ, നമ്മുടെ ആ മാവുങ്കല കേശവനേരല്ലേ, ആ, പുള്ളി തരും. പക്ഷെ കൃത്യമായിട്ട് പലിശ കൊടുക്കേണ്ടി വരും. അത് പ്രശ്നമില്ല. അതെ, കൊടുക്കാൻ തീരുമാനിച്ചാലല്ലേ പ്രശ്നമാണ്. ഈട് കൊടുക്കാൻ വീടും സ്ഥലമൊക്കെ കൂട്ടുസ്വത്താ. അമ്മയത് തരില്ല. പക്ഷേ ഇസ്കാം കേശവന്നാര് വീണ വായിക്കണം. ഇവന് പ്രാണവേദനല്ലേ. ഈ വീണവാനിക്ക് പ്രാണവാനിക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ട്. എന്തെല്ലാരും കൂടെ? കേശവേട്ടനെ ഒന്ന് കാണാമെന്ന. അയ്യോ, ചേട്ടൻ മൂന്നാറി ഭൂമി കയ്യേറാൻ പോയേക്കുവാ. ഭൂമി കയറാൻ? അതെ. അവിടെ പോലീസൊക്കെ ഉണ്ടാവില്ലേ? റിസ്ക് അല്ലേ? ഏയ്, വലിയൊരു കുരിശും കൊണ്ടാ ചേട്ടൻ പോയേക്കുന്നത്. കയ്യേറിയ സ്ഥലത്ത് ഈ കുരിശ് നാട്ടിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ രണ്ടും കൽപ്പിച്ച് അളിയനെ ചെന്ന് കാണാൻ വഴിയുള്ളൂ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന എന്ന് കേട്ടിട്ട്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ഒന്ന് മുട്ടി നോക്കാമല്ലേ? മുട്ടി നോക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബൈക്ക് കൊണ്ട് പോയിക്കോ. ഏതോ ഒരു കൃഷ്ണകുമാർ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ചേച്ചിയില്ലേ? ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. നീയായിരുന്നോ? ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോഴത്തേനും കയറി വിളിച്ചതാ. സംഭാവനക്കാരെ കൊണ്ട് തോറ്റടാ. ഇന്നലെ തന്നെ ഒരു പള്ളിയിലച്ചൻ വന്നിരുന്നു. എന്തോ അനാഥ മന്ദിരം പണിയാണെന്ന് പറഞ്ഞിട്ട്. വസന്തയുടെ സ്വഭാവം അറിയാലോ. ചോദ്യമില്ല, ഉത്തരവില്ല. അപ്പം തന്നെ 5 ലക്ഷം രൂപ എഴുതി കൊടുത്തു. ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഓ, എന്ത് സുഖം. ഈ വീടിൻ്റെ പണി കഴിയുന്നവരെ വരെ ഭയങ്കര ടെൻഷനാണ് എൻ്റെ പ്രകാശ. അതുകൊണ്ടല്ലേ അമ്മയെ കാണാൻ പോലും വരാൻ പറ്റാത്തത്. കണ്ടില്ലേ, കപ്പലിൻ്റെ മോഡലിലാണ് പണിയുന്നത്. വസന്തേണ്ണ കപ്പൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ നിനക്ക് പഴയ പോലെ തന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ അല്ലേ? ചേച്ചിയുടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് ചേച്ചി. ഉഗ്രൻ ജോലി ജർമ്മനിയിൽ. പക്ഷേ ചേച്ചി അളിയനും ചെറുതായിട്ടൊന്ന് കനിയണം. എങ്ങനെ? ചേച്ചിക്ക് കാശ് ശരിയായിട്ടില്ല. ഒരു 3 ലക്ഷം രൂപ കുറവുണ്ട്. ശമ്പളം കിട്ടിയ ആദ്യം ആ കാശ് ഞാൻ തിരിച്ചു. പക്ഷേ വസന്തേട്ടനോട് പറഞ്ഞ് ചേച്ചി ഇതൊന്ന് ശരിയാക്കി തരണം. ഇന്നലെ നീ എവിടെയായിരുന്നു? ഇന്നലെ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വരായിരുന്നു? ഇന്നലെ എറണാകുളത്ത് എത്തി. അത് എൻ്റെ കുറ്റാണോ? എടാ, ഇന്ന് രാവിലെയാണ് ലംബോർഗിനി വാങ്ങാൻ തീരുമാനിച്ചത്. കയ്യിലുണ്ടായിരുന്ന കാശെടുത്ത് അപ്പം തന്നെ അഡ്വാൻസും കൊടുത്തു. ലംബോർഗിനി നന്ദിനി എന്നൊക്കെ പറയുന്ന പോലുള്ള പശുവല്ലേ? നാടനാണെങ്കിൽ വെച്ചൂരും കാസർഗോഡ് കുള്ളനൊക്കെയാണ്. ലംബോർഗിനി പശുവോ? എടാ പൊട്ട, ലംബോർഗിനി എന്ന് പറഞ്ഞാൽ വലിയ പണക്കാർ മാത്രം വാങ്ങുന്ന കാറാ. 2.5 കോടിയാ വില. എനിക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. നടക്കില്ല പ്രകാശ. വസന്തേട്ടൻ കാശൊക്കെ ബിസിനസ്സിലിട്ടേക്കുക. നീ ചെല്ല്. ലംബോർഗിനിയെ പറ്റിയാണ്. നീ ബൈക്ക് വിറ്റു അല്ലേ? പിന്നെന്ത് ചെയ്യാൻ? അമ്മയെ ലക്ഷത്തിൽ ഒരാൾക്ക് പോലും കിട്ടുന്ന വിസ അല്ലത്. നിന്നെ തീരെ വിശ്വാസമില്ലാത്തോണ്ട് ചോദിക്കുക. നിനക്ക് ശരിക്കും വിസ കിട്ടുമോ? എൻ്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ.
തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് ഒരിക്കലും നന്നാവാൻ പാടില്ല. ഞാൻ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. അതും നീ പലതവണ ചെയ്തതാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്റെ കണ്ണടയുന്നതിന് മുൻപ് നീ ഒന്ന് നന്നായി കണ്ടാ മതിയായിരുന്നു. വേറെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയതാണെങ്കിലും പ്രദീപന്റെ ഭാര്യ ഉണ്ടല്ലോ, നല്ല മനസ്സാ. നീ ഒന്ന് രക്ഷപ്പെട്ടാ മതിയെന്ന അവക്ക്. പ്രദീപൻ അറിയാതെ അവളുടെ പേരിലുണ്ടായിരുന്ന ചിട്ടി പിടിച്ചു. ചുരിദാറും ഉടുപ്പുമൊക്കെ തയ്ച്ചു കിട്ടിയ കുറച്ച് പണം എൻ്റെയിലും ഉണ്ട്. താങ്ക് യു അമ്മേ. എത്ര കാണും? काम करने आया तो काम करो, मोबाइल में टाइम पास मत करो. दोबारा कंप्लेंट नहीं आना चाहिए, समझा? गोपाल जी मैं तो मोबाइल चुप लेके रहो, चले। सब जाओ जाओ काम करो. ആ ഇതെങ്ങനെ ഇവിടെ? വണ്ടി കണ്ടപ്പോൾ തോന്നി ആളുകളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. എന്താ പുതിയ തട്ടിപ്പ്? തട്ടിപ്പ്? ഗോപാൽജി എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നല്ലാതെ. വണ്ടി കയറി. എല്ലാം ഞാൻ വിശ്വസിച്ചു, പക്ഷെ 1 ലക്ഷം പോയിട്ട് 1 രൂപ പോലും തരാൻ എൻ്റെ ഇല്ല. ഗോപാൽജിയെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് വിറ്റു, അമ്മ ഉള്ളതെല്ലാം നുള്ളിപ്പുറക്കി തന്നു. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ സലോമിയുടെ വിസ ക്യാൻസലോ, ഞാൻ പെരുവഴിയിലും ആവും. ഒരു തിരിമറി കൂടി വന്ന 1 മാസം, അപ്പോഴേക്കും പോപ്പൻ്റെ സമ്മേളനം കഴിഞ്ഞാൽ ഇറ്റലിക്കാരിങ്ങ് വരുമല്ലോ. എൻ്റെ അച്ഛന് ഗോപാൽജി എന്ത് ഇഷ്ടമായിരുന്നു. ഞാനന്ന് ചെറിയ കുട്ടിയാണ്. അച്ഛൻ എന്നും വീട്ടിൽ വന്ന് പറയും ഗോപാൽജിയെ പറ്റി. ആ ഇഷ്ടം കൊണ്ടാണല്ലോ മലമ്പുഴ കാണാൻ പോകാൻ അന്ന് കാശ് തന്നത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇല്ലാത്ത കാശ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരും? ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നല്ലേ പറയാറ്. ഔചിത്യം ഇല്ലാത്തവൻ അപ്പം തന്നെ അടിക്കണം എന്നും പറയാറുണ്ട്. ആ ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. പുതിയല്ല. അല്ല, ഈ ടി വിയിലൊക്കെ പരസ്യത്തിൽ പറയാറുണ്ടല്ലോ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്. ഗോപാൽജിയുടെ വീട്ടിൽ കുറച്ച് സ്വർണം വെറുതെ ഇരിപ്പുണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിലില്ല, അതാ പരസ്യം പറയുന്നവൻ്റെ വീട്ടിൽ കാണാം. അന്ന് കല്യാണത്തിന് പോകാൻ വന്നപ്പോൾ ചേച്ചിയുടെ കാര്യത്തിലുണ്ടായിരുന്ന മാല അതൊരു 5-5 പവൻ കാണത്തില്ലേ? അത് നോക്കി വെച്ചല്ലേ? അത് വിറ്റാ 1 മാസത്തിനോ അതിനേക്കാൾ നല്ലോണം വാങ്ങാം. അതവിടെ തരില്ല, ബേറിലുള്ള ചേട്ടൻ വാങ്ങിച്ചു കൊടുത്താ. പറയുന്നത് തെറ്റാണോന്ന് അറിയത്തില്ല. ഇതൊരു ജീവൻ മരണം പോരാട്ടം ആയതുകൊണ്ട് പറയാമോ ഗോപാൽജി? ചേച്ചി അറിയാതെ എടുത്തു തരാൻ പറ്റുമോ? അത് ശരി, മോഷണം. ഇതെങ്ങനെയാ മോഷണമാകുന്നത്? ഗോപാൽജി ഒന്ന് ആലോചിക്കും. സ്വന്തം ഗുരുനാഥൻ്റെ മകൻ്റെ ജീവിതമാണോ വലുത്, 1 മാസത്തിനകം തിരിച്ചു കൊടുക്കുന്ന സ്വർണ്ണമാലയാണോ വലുത്? അതല്ല പ്രശ്നം. ഞാൻ ഇന്ന് വരെ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളൊരു ഭർത്താവാണോ? സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഇന്ന് കേരളത്തിലുണ്ടോ? പ്രകാശ, ഉറപ്പൊന്നും തരാൻ പറ്റില്ല, ഞാൻ ശ്രമിച്ചു നോക്കാം. അത് മതി. ഗോപിയേട്ടനായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ ബിന്ദൻവരയുടെ പാസ്പോർട്ട് ഇവിടെ എവിടെയോ വെച്ചിരുന്നു. എപ്പോ വന്നു? ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. വരുമ്പോൾ പടക്കം പൊട്ടിക്കാൻ ഞാൻ മറന്നുപോയി. കുറച്ച് ചായ തരുമോ? സാധാരണ ബുധനാഴ്ച വരാറില്ലല്ലോ. സത്യത്തിൽ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ ഫോട്ടോ അയച്ചു തരത്തില്ലായിരുന്നോ? ഫോട്ടോ പോലെയാണോ നേരിൽ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ ഭാഗത്ത് അങ്ങനെ മോഷണം നടക്കാറുള്ള സുധാര? ഇവിടെ നാട്ടുകാർ അങ്ങനെ തന്നെയാണ് സാറേ പറയുന്നത്. ഈ വിരലടയാള വിദഗ്ധർ വന്നിട്ടുണ്ടോ സാർ? ഇവിടുത്തെ വീട്ടുകാരാണ്, എൻ്റെ അളിയനാണ് സാറേ. അത് ശരി. എന്താ ചോദിച്ചാ? വിരലടയാള പരിശോധിക്കുന്ന ആള് അല്ലേ? വന്നിട്ടുണ്ട്. എന്താ? അല്ല, ഞങ്ങൾ വീട്ടുകാരുടെ എല്ലാവരുടെയും വിരലടയാളം ആ മുറിയിൽ ഇഷ്ടം പോലെ കാണുമല്ലോ.
അതിൻ്റെ ഇടയിൽ നീ കള്ളൻ്റെ വിരലടയാളം മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ സാർ? എവിടെ ജോലി ചെയ്യുന്നത്? അളിയൻ ഈ ബംഗാളി ബീഹാറി ലേബേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ആളാണ് സാറേ. ആണോ? എനിക്ക് മറ്റൊരു കേസിൽപ്പെട്ട ഒരു ബീഹാറിയെ പറ്റി ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞങ്ങളുടെ അവിടെ ബീഹാറികളില്ല, മുഴുവൻ ഒറീസക്കാരാ സാറേ. അത് സാറില്ല, വരൂ. സുധാര സാർ, ഒന്നിങ്ങോട്ട് വന്നേ. ഇയാളുടെ ഭാര്യ വിളിച്ചോ? എല്ലാവരും പോയിക്കോളും. ഇവിടെ മാലൊന്നും മോശം പോയിട്ടില്ല. പോയിക്കോളും. ശരി, പോയിക്കോളും. എവിടായിരുന്നു? ഇന്ന രജിസ്റ്റർ കല്യാണം, സാക്ഷികൾ ഒപ്പിടണമല്ലോ. ഒന്ന് ഗോപാൽജി ആവാമെന്ന് വിചാരിച്ചിരുന്നത്. കാണാതായപ്പോൾ സലോമി എന്നത് ഏർപ്പാടിയാന്ന് പറഞ്ഞു. ഗോപാൽജി എവിടെയായിരുന്നു? ഒരാളുടെ 16 അടിയന്തരം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരിക. ഓ, മരിച്ചാര? ബംഗാളിയോ ഒറീസയോ? ഒരു കിഴങ്ങ് മലയാളി. അയ്യോ പാവം. അതൊക്കെ പോട്ടെ, നിന്റെ കാര്യമൊക്കെ ഓക്കെ ആയല്ലോ അല്ലേ? ഈ രജിസ്റ്ററൂടെ കഴിയുമ്പോൾ എല്ലാം ഓക്കെ. എൻ്റെ കാര്യം ഏതാണ്ട് ഓക്കെ ആയി. നല്ല കാര്യം. ഗോപാൽജി, എൻ്റെ ഈ ജുബ എങ്ങനെയുണ്ട്? ബൈക്ക് പറ്റുവാണെങ്കിൽ കുറച്ച് കാശ് ബാക്കി നമുക്ക് വാങ്ങിച്ചത്. കല്യാണമല്ലേ, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? ഒരു ജുബയുടെ കുറവേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു തൊഴിൽ പഠിപ്പിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്ത് തൊഴിൽ? ഇനിയിപ്പോൾ ഏജൻറ്റ് പണി പോയാലും പേടിക്കാനില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അല്ല, കുറ്റം എൻ്റെ തന്നെയാണ്. ഗോപാൽജി ആർട്ട് സിനിമ പോലെ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നു. ഭാര്യ, മക്കൾ, അളിയൻ, SI. ഗോപാൽജി, ഇനി ഇന്ന് വൈകും. പോട്ടെ, രജിസ്റ്റർ കഴിഞ്ഞ് കാണാം. ഓക്കെ, ടേക്ക് കെയർ. ഹലോ സലോമി, ഞാൻ ഇവിടെ എത്തി. അപ്പച്ചന് ഈശ്വര, എവിടെ? കരയല്ലേ സലോമി? ഞാൻ എന്താ വരാം, ഇപ്പം വരാന്ന്. കിളവന് നെഞ്ചുവേന വരാൻ കണ്ട സമയം. എന്താ നമ്മുടെ അപ്പച്ചനെ പറ്റിയേ? എവിടെ കിടത്തിയിരിക്കുന്നത്? എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് കൊണ്ടുപോയിരിക്കുക. ഇന്നലെ രാത്രി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് രാവിലെ റൂമിൽ ചെല്ലുമ്പോൾ എന്നോട് പറയാം, എനിക്കെന്തോ തളർച്ച പോലെ, ഉടനെ ആശുപത്രി പോകണമെന്ന്. ഇനിയിപ്പോൾ പൊറോട്ട കഴിച്ചുകൊണ്ടല്ലോ. അതിൻ്റെ ഒന്നല്ല, അപ്പച്ചൻ എന്നും 5-6 പൊറോട്ട കഴിക്കുന്നതല്ലേ. പതുക്കെ പോലെ COAD ആണോ സിസ്റ്റർ? പേഷ്യൻ്റ് എൻ്റെ അപ്പച്ചന് COAD അല്ലെങ്കിൽ TIA, CCF അങ്ങനെ വല്ലതും ആണോ? ഡോക്ടർ വരുമ്പോൾ ചോദിച്ചോളൂ. സിൽവിമോൻ ആരെ പറ്റിയാ CAD ആണോ എന്ന് ചോദിച്ചത്? CAD അല്ല അമ്മച്ചി, COAD അസുഖത്തിൻ്റെ പേര്. എന്ന് വെച്ചാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്. ഞങ്ങൾ ഈ മെഡിക്കൽ രംഗത്തുള്ളവർ പറയുന്ന ചുരുക്കപ്പേര്. നമ്മുടെ കല്യാണം മുടങ്ങി. അതാണ് ഇപ്പോൾ പ്രധാന കാര്യം. ഈ അവസ്ഥ ഞാൻ എങ്ങനെ ജർമ്മനി പോകും? അയ്യോ, വിസ ക്യാൻസൽ ആവില്ലേ? സലോമി, ഈ കിടക്കുന്ന എൻ്റെയും കൂടെ അപ്പച്ചന് യാത്ര മുടക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ വേണ്ട. അത് ശരിയാ മോളെ. സിൽവിമോൻ ഉണ്ടല്ലോ ഇവിടെ. മോൻ കടം വാങ്ങിച്ച കാശാ വിസയ്ക്ക് കൊടുത്തത്. എല്ലാം വെറുതെ ആവത്തില്ലേ? ഇല്ല അമ്മച്ചി, ഞാൻ ജർമ്മനി പോകുന്നില്ല. സലോമി, നീ ഒരു മിനിറ്റ് അമ്മച്ചി. ഇവിടെ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ട്. ഒരു നഴ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാനുണ്ട്. എന്ന് വിശ്വാസമില്ല. എന്നാലും
സലോമി ഇവിടെ നിന്നിട്ട് എന്താ പ്രയോജനം? ഒരു കാരണവശാലും യാത്ര മുടക്കരുത്. മറ്റന്നാളിലെ ടിക്കറ്റ്. അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് ഒന്നെങ്കിൽ വന്നാൽ മതി. ആ വരവിൽ നമ്മുടെ കല്യാണം. ധൈര്യമായിട്ട് വിമാനത്തിൽ കയറിക്കും. ചെല്ലമ്മളെ, അപ്പച്ചൻ ആശുപത്രി ഡിസ്ചാർജ് ചെയ്തു. ചെയ്തല്ലോ. ഡിസ്ചാർജ് ചെയ്തല്ല മോനെ, ഡോക്ടർമാരുമായിട്ട് വഴക്കിട്ടതാ. ആശുപത്രി കിടന്ന അപ്പച്ചന് മതിയായി, അതാ കാര്യം. ഛേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ അവിടെ ചെന്നപ്പോഴല്ലേ കാര്യം അറിഞ്ഞത്. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, മാസത്തിലൊരിക്കലും ചെക്കപ്പിന് പോയാൽ മതി. ഇതകത്തേക്ക് വെച്ചേ. അപ്പച്ചന് ഹോർലിക്സും കുറച്ച് ഫ്രൂട്ട്സൊക്കെ. സിലിമൻ ഇരിക്കെ, ചായ എടുക്കാം. അപ്പച്ചൻ ബാത്റൂമിലാ. നല്ലതായിരിക്കും. സലോമി പോയിട്ട് വിളിച്ചില്ലല്ലോ അമ്മച്ചി? വിളിച്ചില്ലേ? ഇവിടെ അപ്പച്ചനെ ഒരു തവണ വിളിച്ചു. അതെപ്പോഴായിരുന്നു മോളെ? പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട്. പുതിയ സ്ഥലമല്ലേ, താമസമൊക്കെ ശരിയാവുന്നേ ഉള്ളൂ. പിന്നെ IST വിളിക്കാനുള്ള കാശ് കയ്യിലില്ലല്ലോ, ശമ്പളം കിട്ടണ്ടേ. അല്ല, അവിടെ വേറെയും മലയാളി നഴ്സുമാർ കാണില്ലേ? അവരുടെ ഫോൺ എന്തെങ്കിലും വിളിക്കാമല്ലോ. കഷ്ടകാലത്തിന് ആ ആശുപത്രിയിൽ ഒറ്റ മലയാളി നേഴ്സ് ഇല്ല. ഉടനെ വിളിക്കും. മോനെ വിളിക്കാതിരിക്കും അവള്. മോനിരിക്കും. പെമ്പിള്ളേരായ കുറച്ചൊക്കെ ധൈര്യം വേണം. ഓണെന്തിനാ കാര്യം? ഇവള് സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒരുത്ത ശല്യം ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അത് നമുക്ക് നാളത്തോടെ ശരിയാക്കാം. ഞാനും ഈ പണി കുറേ പഠിച്ചതാണ്. എക്കോ എടുക്കണം, വേണ്ടി വന്ന ആൻജിയോഗ്രാമം ചെയ്യണം. എൻ്റെ ഒരു മനസ്സമാധാനത്തിൽ. ക്രിയാറ്റിൻ ലെവൽ കുറച്ച് കൂടുതലാണ്. പക്ഷെ ഡോക്ടർമാർ നൽകുന്നില്ല. കാരണം എന്താ? ക്രിയാറ്റിൻ ലെവൽ കുറയ്ക്കാനുള്ള മരുന്ന് അലോപ്പതിയിലില്ല. അതിന് ഹോമിയോപ്പതി നോക്കണം. കുറ്റിപ്പുറത്തുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ ഇക്ബാൽ. എടുക്കുന്ന അപ്പം ചെന്ന് മിണ്ടായിരിക്കുന്നത്. ഹാപ്പി അല്ലേ? എന്തു പറ്റി അമ്മച്ചി? ഇത്ര സ്നേഹമുള്ള നിന്നെ മനസ്സിലാക്കാൻ എൻ്റെ മോക്ക് കഴിഞ്ഞില്ലല്ലോ മോനെ. എന്ത്? ഇന്ന് വന്നാൽ വാട്സപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കും മോളെ. ഇത് നമ്മുടെ സലോമിയല്ലേ? കൂടെ നിൽക്കുന്ന ആ ജർമ്മൻകാരൻ സാഹിബിനെ ആ വഞ്ചക്ക് കെട്ടി. പലവരു കാണുമ്പോൾ ഒരു ചിരി തൂകുമ്പോ, ഒരു ചിരി തൂകുമ്പോൾ അതിലൊരു തേനുണ്ടോ? വണ്ടി എടുത്ത് മാറ്റാ നീ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വേഷം മാറി നടക്കുന്ന ഒരു CID ആണ് ഞാൻ. അയ്യോ, CID. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെരുങ്കള്ളൻ ഈ ബസ്സിലുണ്ടെന്ന് ഒരു അജ്ഞാത സന്ദേശം കിട്ടി. അവനെ പിടികൂടാൻ എല്ലാവരും സഹകരിക്കണം പ്ലീസ്. ഒരു CID ജീവനോടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ജീവനില്ലാത്ത CIDയെ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഈ കോന്തനാണ് CID. ഉണ്ടാ കോന്തനാണെങ്കിൽ ഭയങ്കര ബുദ്ധിയായിരിക്കും. വാ മോനെ. എന്നാലും എന്തോരോ മാന്യൻ. മാന്യന്മാരൊക്കെ ഈ പണിക്ക് ഇറങ്ങുന്നത്. ബാഗ് മാറ്റാ മോന്തത് കാണട്ടെ. എല്ലാവർക്കും CID ഡിപ്പാർട്ട്മെന്റ് നന്ദി. റേബ സാബ് ശുക്രിയ. എന്നാലും ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ തന്നെ ബസ്സിലുള്ള ആൾക്കാർ മുഴുവൻ നിന്നെ അറിയാം. നീ കോടിയേരി ബാലകൃഷ്ണ. അവരല്ല ഞാൻ ശരിക്കുള്ള കള്ളനാണെന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. എൻ്റെ ഭാര്യ, അളിയൻ, SI അവരുടെ മുമ്പിൽ വെച്ച് എനിക്കെന്ത് സംഭവിച്ചൊന്നും നീ കണ്ടിട്ടില്ലല്ലോ. വാ വണ്ടിക്കാർ. സാമ്പാർ സാമ്പാർ ഏതായാലും ജർമ്മൻ ഭാഷ കുറച്ചൊക്കെ പഠിച്ചല്ലോ അല്ലേ? അങ്ങനെയും കുറേ കാശ് പോയി. പോയിട്ടില്ലടാ. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം. ജർമ്മനിയിൽ ജോലിയുള്ള നഴ്സുമാരെ, നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ പഠിച്ച മുന്തിയ ഇനം ഭർത്താവിനെ ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക. PR ആകാശ്, തവളക്കുഴി. ചങ്കി കുത്തൻ തമാശ പറയില്ലേ ഗോപാജി? ഞാൻ സത്യത്തിൽ പുറപ്പെട്ടത് അമ്മയെ കാണാനാണ്. ആ നെക്ലസിൻ്റെ കാശ് വാങ്ങി ഗോപാൽജി ഏൽപ്പിക്കാൻ.
അമ്മ അവിടെ പണപ്പെട്ടിന്ന് തുറന്നു വെച്ചിരിക്കല്ലേ. മോനെ പ്രകാശ, നെക്ലേസിൻ്റെ പൈസ എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിലും ഗോപാൽജിയുടെ പൈസയ്ക്ക് കുഴപ്പമുണ്ടാവില്ല. പോപ്പിൻ്റെ സമ്മേളനം കഴിഞ്ഞ് ഇറ്റലിയിൽ നിന്ന് ആൻറ്റി വരുമല്ലോ. അവർ വരുന്നു, ഒപ്പിടുന്നു, വീടിൻ്റെയും പറമ്പിൻ്റെ ആധാരം ബാങ്കിൽ പണയം വെക്കുന്നു, പണം വാങ്ങുന്നു. അക്കാര്യം സലോമിയുടെ അപ്പച്ചൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നാൽ ആ ഉറപ്പ് അയാൾ എന്നോടും കൂടി ഒന്ന് പറയട്ടെ, ഞാനും വരാം അയാളെ കാണാൻ. ഗോപാൽജിക്ക് എന്നെ തീരെ വിശ്വാസമില്ലല്ലേ? എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമില്ലാത്തതായി ഉള്ളൂ. ആരാ? വീട് നോക്കാൻ വന്നവരാ? അല്ല, വീട്ടുകാരെ കാണാൻ വന്നു. ഇവിടെ നേരത്തെ താമസിച്ചവര് വീട് ഒഴിഞ്ഞ് പോയല്ലോ സാറേ. പുതിയ ആരോ ഇന്ന് വീട് നോക്കാൻ വരുന്നത് ആന്റണി സാറ് പറഞ്ഞിരുന്നു. ഇത് വാടക വീടാണോ? അതെ, ആന്റണി വക്കീൽ വാടകയ്ക്ക് കൊടുക്കുന്ന വീടാ. ഈ വീട് കഴിഞ്ഞവർ എങ്ങോട്ട് പോയെന്നറിയോ? ആർക്കറിയാം? വാടകയെക്കുറിച്ച് കുറേ ഉണ്ടായിരുന്നു. ആന്റണി സാറിനോട് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുക. നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം സാർ. ഒരു ടിക്കറ്റ് എടുക്കും സാറേ, നാളെ നറുക്കെടുപ്പാ. സലോമി ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനം ഇപ്പം അടിച്ചിട്ട് വരിക. അതിന് വേണ്ട ബോഡി താങ്ങൂല. നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, നാളെ. എനിക്കിപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. അതാണ് എൻ്റെ സന്തോഷം. ഒരുത്തൻ തകർന്ന് തരിപ്പണമായപ്പോൾ സന്തോഷിക്കുകയാണല്ലേ? നീ എവിടെ തകർന്നു? നീ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ചില്ലിക്കാശ് ഈ കേസ് പോയോ? ഇല്ലല്ലോ. മറ്റുള്ളതെല്ലാം പോട്ടെ, ഒരു ബന്ധമില്ലാത്ത എൻ്റെ ഭാര്യയുടെ നെക്ലേസ് വരെ നീ തൊലച്ചില്ലേ? അത് മാത്രം പറയരുത് ഗോപാൽജി. ഗോപാൽജിയുടെ ഭാര്യ എൻ്റെ ഏട്ടത്തി അമ്മയാണ്. ഗോപാൽജി ആരാ? എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. മലമ്പുഴ കാണാൻ പറ്റാതെ കണ്ണീരൊലിപ്പിച്ച് നിന്ന ആ 12 വയസ്സുകാരന് വണ്ടിക്കൂലി എന്ന അച്യുതൻ മാഷിനെ ഇത്ര വേഗം മറക്കാൻ പാടില്ല ഗോപാൽജി, പാടില്ല. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ. അന്ന് അച്യുത മാഷ് എനിക്ക് തന്നത് 7 രൂപയാണ്. ഇത് 70 രൂപയുണ്ട്, 10 ഇരട്ടി. മലമ്പുഴയുടെ കാര്യം ഇനി നീ മിണ്ടിപ്പോരുത്. അങ്ങനെ പണം തന്ന് അറുത്ത് മുറിച്ച് മാറ്റാൻ പറ്റുന്നതാണോ ഗോപാൽജി എല്ലാ ബന്ധങ്ങളും? മലമ്പുഴ ബന്ധം ഇന്ന് എനിക്ക് അറുത്ത് മുറിക്കണം. വേണ്ട ഗോപാൽജി, വേണ്ട. പഠിച്ച പണി 18 പറ്റിയിട്ടും ഒരു കരപറ്റാൻ പെടാ പാടുവിടുക മനുഷ്യർ. 17 പണികൾ നീ പഠിച്ചിട്ടില്ല. ആകെ പഠിച്ച നേഴ്സിൻ്റെ പണി നീ ഒട്ട് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ഇനിയിപ്പോൾ നോക്കാൻ മറന്നുമില്ല. നേഴ്സെങ്കിൽ നേഴ്സ്. അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. പഠിച്ചു എന്നല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നിനക്ക് പെട്ടെന്ന് ആരെങ്കിലും നേഴ്സിൻ്റെ പണി തരുമോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ചാണ്. പക്ഷെ ചാവാനുള്ള ഈ മനസ്ഥിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് പണി ചെയ്യാം. ഇനി നിൻ്റെ സ്റ്റിയറിംഗ് എൻ്റെ കയ്യിൽ തന്നാൽ മതി. എന്ത് സ്റ്റിയറിംഗ്? പ്രകാശൻ എന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് അതെനിക്ക് തരുക. തന്നാൽ പിന്നെ നീ ഒന്നും അറിയണ്ട. വണ്ടി എനിക്കിഷ്ടമുള്ള സ്ഥലത്തൂടെ ഞാൻ ഓടി. ഇതെന്താ ഇത്? ഇതാണ് നെൽപ്പാടം. നടാനുള്ള ഞാറുകളാണ് പാടത്ത് കിടക്കുന്നത്. ഞാനിവിടെ എന്ത് ചെയ്യാൻ? നീ ഇവിടെ ഞാറ് നടും. ബംഗാളികൾക്ക് കൊടുക്കുന്ന കൂലി നിനക്കും കിട്ടും. അങ്ങനെ കുറേ ദിവസം പണിയെടുത്താൽ എൻ്റെ നെക്ലേസിൻ്റെ കടം വീടും. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല പ്രകാശ. അല്ല ഗോപാൽജി, ഞാൻ നിന്നെ അറിയുന്ന ആരും ആ കൂട്ടത്തിലില്ല. എനിക്ക് ഞാറ് നടാനൊന്നും അറിഞ്ഞൂടാ. അറിയാനൊന്നുമില്ല. ഞാറിൻ്റെ കെട്ടഴിക്കുന്ന കുറേശ്ശെ ചെളിയിൽ നടന്നു. അവർ ചെയ്യുന്ന പോലെ നോക്കി ചെയ്താൽ മതി. എനിക്കിതൊന്നും ശീലമില്ല ഗോപാൽജി. ഇതാണ് നമ്മുടെ കുഴപ്പം. സ്വന്തം നാട്ടിൽ കൃഷിപ്പണി ചെയ്യില്ല, അന്യനാട്ടിൽ പോയി കണ്ടവൻ്റെ കക്കൂസ് കഴുകും. നീ ചെല്ല് പ്രകാശ. ആ പ്രകാശ, മുഖസ്തുതിയാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ബംഗാളികൾക്കും ബീഹാറികൾക്കൊക്കെ നിന്നെ ഇപ്പോൾ വലിയ മതിപ്പാ. 50 ചാക്ക് സിമെൻറ്റ് നീ ഒറ്റയ്ക്ക് ചുമന്നുമല്ലേ? അങ്ങനെ വേണം. ആ കൗശൽ പാണ്ഡെ ഇന്ന് ആകാശ് ബായിയെ കുറേ നേരം പൂഴ്ത്തി സംസാരിച്ചു. അവൻ്റെ പെങ്ങളെനിക്ക് കെട്ടിച്ചേരും. അവനും പെങ്ങളില്ല. ഓ, സന്തോഷം. അതുകൊണ്ട്
നിനക്കെനിക്ക് കുറച്ച് റെസ്റ്റ് വേണോ? ആ വേണം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റല്ല, നീ പഠിച്ച പണിയില്ലേ, നേഴ്സിംഗ്, ആ പണി. ആശുപത്രിയല്ല, വീടാ. 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സമയാസമയം മരുന്ന് കൊടുക്കണം, ഇഞ്ചക്ഷൻ, അത്രയൊക്കെ വേണ്ടൂ. ഭക്ഷണവും താമസവും അവിടെ തന്നെ. റെസ്റ്റ് എടുക്കാൻ ധാരാളം സമയം കിട്ടും. എന്തു പറയുന്നു? നെക്ലസിൽ പെട്ടിടക്കുന്ന എന്നോടൊന്നൊരു അഭിപ്രായം ചോദിക്കുന്നു. വെരി ഗുഡ്. നല്ല ശമ്പളം കിട്ടും. ഈ പണിയും കൂടി കഴിയുമ്പോൾ നെക്ലേസ് നമ്മൾ വാങ്ങും. പിന്നെ നീ ഫ്രീ ആയി. ഓക്കെ ആണോ? ഓക്കെ. ആരാ? റേച്ചൽ മാഡത്തിനെ കാണാൻ വന്നു. ഗോപാൽജി പറഞ്ഞിട്ടാണോ? അതെ. മാഡം അകത്തുണ്ട്, ചെന്നോളൂ. ഗുഡ് മോർണിംഗ് മാഡം. പ്രകാശൻ അല്ലേ? അല്ല, PR ആകാശ്. ഗോപാൽജി ചിലപ്പോഴൊക്കെ തെറ്റി പ്രകാശ് എന്ന് വിളിക്കാറുണ്ട്. ഓ അതാവും. ഇവിടെ വല്ലപ്പോഴും വല്ല ലേബറേഴ്സിനെ ആവശ്യമുള്ളപ്പോൾ ഗോപാൽജിയോടാ പറയുക. പോളി ചേച്ചി, ഇതാണ് ഗോപാൽജി പറഞ്ഞ ആള്. ആകാശ്. ഓ ആകാശൻ. അല്ലല്ല, PR ആകാശ്. പൗളി ചേച്ചിയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. എന്താവശ്യം ഉണ്ടെങ്കിലും ചേച്ചിയോട് പറഞ്ഞാൽ മതി. എൻ്റെ കോളേജിൽ എക്സാം നടക്കുന്ന സമയമാണ്. പ്രിൻസിപ്പളായിട്ട് തീരെ വിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്നാലും ഒന്ന് ഓടി വന്നതാണ് എൻ്റെ ഇടയ്ക്ക്. ടീന മോൾ എഴുന്നേറ്റില്ലല്ലോ. എങ്ങനെ എഴുന്നേക്കാനാ? പുലർച്ചെ വരെ ആ കുന്തവും കുത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. കുറുമ്പ് കുറച്ച് കൂടുതലാണ്. ആർക്ക്? മോക്ക്.